2026 ആഗസ്റ്റ് 4 സിറാജ് എഡിറ്റോറിയൽ. കർഷക രക്ഷയ്ക്ക് രാസവള വിലവർധന പിടിച്ചുകെട്ടണം. കാർഷിക മേഖല വീണ്ടും പ്രതിസന്ധിയിലേക്ക്. കർഷകരുടെ ഉൽപാദന ചെലവിനെ താങ്ങി നിർത്തിയിരുന്ന രാസവളങ്ങളുടെയും കുമിൾനാശിനിയുടെയും സബ്സിഡിയിലെ വെട്ടിക്കുറവും വിലയിൽ അടുത്തിടെയുണ്ടായ അനിയന്ത്രിതമായ വർധനവും സാധാരണക്കാരായ കർഷകരുടെ നട്ടെല്ലൊടിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും മൂലം നേരത്തെ തന്നെ ദുരിതത്തിലായിരുന്ന കർഷക സമൂഹത്തിന്റെ ഇരുട്ടടിയാണ് ഈ വിലക്കയറ്റം. കേരളത്തിലെ കർഷകർ കൂടുതൽ ഉപയോഗിക്കുന്ന ഫാക്ടംഫോസ്, പൊട്ടാഷ് തുടങ്ങിയ വളങ്ങളുടെ വിലയിൽ വൻ വർധനവാണ് അടുത്തിടെ ഉണ്ടായത്. ഫാക്ടംഫോസ് ചാക്കിന് 1425 നിന്ന് 2300 രൂപയായും പൊട്ടാഷ് 1800 രൂപയിൽ നിന്ന് 2200 രൂപയായും വർദ്ധിച്ചു. കോംപ്ലക്സ് വളങ്ങളുടെ വിലയും സമാന തോതിൽ ഉയർന്നിട്ടുണ്ട്. നെൽകൃഷി, വാഴ, തെങ്ങ്, പച്ചക്കറി, കുരുമുളക്, റബ്ബർ തുടങ്ങി മിക്ക വിളകൾക്കും ജൈവവളങ്ങൾക്ക് പുറമെ രാസവളങ്ങൾ കൂടി ഉപയോഗിക്കുന്നവരാണ് കർഷകർ. കാർഷിക ചെലവിൻ്റെ വലിയൊരു വിഹിതം വളപ്രയോഗത്തിനാണ് വിനിയോഗിക്കുന്നത്. അതേസമയം കർഷകന്റെ വരുമാനം ഉൽപാദന ചെലവിനനുസരിച്ച് ഉയരുന്നില്ല. വിളവെടുപ്പിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് ഉൽപാദന ചെലവ് നികത്താനാകുന്നില്ല. കർഷകർ കടക്കെണിയിലേക്ക് വീഴുന്നുവെന്നതാണ് പരിണതി. കേരളത്തിലെ നെൽകർഷകർക്ക് നിർണായകമാണ് ഇപ്പോഴത്തെ സമയം. കർഷകർ മുണ്ടകൻ കൃഷിക്ക് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നെൽവയലുകളിൽ അടിസ്ഥാന വളമായി ഉപയോഗിക്കേണ്ട രാസവളങ്ങളുടെയും കുമിൾനാശിനികളുടെയും വിലയിലുണ്ടായ വർധന അവരെ പ്രയാസത്തിലാക്കുന്നു. ഉൽപാദന ചെലവ് താങ്ങാനാകാതെ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന കർഷകരുടെ എണ്ണം അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതി ഏകദേശം 39% കുറഞ്ഞത് ഈ വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. നെൽകർഷകരെ പോലെ തന്നെ പച്ചക്കറി മേഖലയിലുള്ളവരെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ഉൽപാദന ചെലവിലെ ക്രമാതീതമായ വർധന. വളങ്ങളുടെയും കീടനാശിനികളുടെയും വിലക്കയറ്റം മൂലം തദ്ദേശീയമായി പച്ചക്കറികൾ വിളയിച്ചെടുക്കാൻ വലിയ തുക മുടക്കേണ്ട ഗതികേടിലാണ് കർഷകർ. ഉൽപാദന ചെലവ് കൂടുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ വിപണി വില വർദ്ധിപ്പിക്കാൻ കർഷകർ സ്വാഭാവികമായും നിർബന്ധിതരാകും. അതേസമയം കുറഞ്ഞ ഉൽപാദന ചെലവിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ പച്ചക്കറികൾ കേരളത്തിലെ വിപണികളിലേക്ക് ഒഴുകിയെത്തുന്നതിനാൽ പിടിച്ചു നിൽക്കാനും മുതൽ മുടക്ക് പോലും തിരിച്ചുപിടിക്കാനും സാധിക്കാതെ അവർ കടക്കെണിയിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും കൂപ്പുകുത്തുന്നു. സംസ്ഥാനത്ത് പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും നെൽകൃഷി വർദ്ധിപ്പിക്കാനുമുള്ള സംസ്ഥാന സർക്കാർ ശ്രമങ്ങൾക്ക് ഇത് തിരിച്ചടിയാണ്. കേരളത്തിന്റെ കാർഷിക മേഖലയുടെ ഘടന മറ്റു പ്രധാന കാർഷിക സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയവയിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ്. വിശാലമായ സമതല കാർഷിക ഭൂമികളും യന്ത്രവൽക്കരണത്തിന് അനുയോജ്യമായ കൃഷി രീതികളും മേൽ സംസ്ഥാനങ്ങളുടെ സവിശേഷതയാണ്. വലിയ തോതിൽ ഒരേ വിള കൃഷി ചെയ്യാനും ഉൽപാദന ചെലവ് കുറയ്ക്കാനും വിപണിയുമായി നേരിട്ട് ബന്ധപ്പെടാനും അവിടങ്ങളിലെ കർഷകർക്ക് സൗകര്യമുണ്ട്. ഇതുവഴി ഉൽപാദന ചെലവിലെ വർധന നികത്താൻ അവർക്ക് സാധിക്കുന്നു. കേരളത്തിന്റെ കാർഷിക മേഖല അടിമുടി തകർച്ചയിലേക്ക് പോകാതിരിക്കാൻ വെട്ടിക്കുറച്ച വളം സബ്സിഡി പുനഃസ്ഥാപിക്കുന്നത് ഉൾപ്പെടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. 2026-27 വർഷത്തെ ബജറ്റിൽ വളം സബ്സിഡിക്ക് കേന്ദ്ര സർക്കാർ നീക്കിവെച്ചത് 1.71 ലക്ഷം കോടിയാണ്. തൊട്ടുമുമ്പത്തെ വർഷം 1.86 ലക്ഷം കോടിയായിരുന്നു ഇത്. പുനഃസ്ഥാപിക്കുന്നതോടൊപ്പം സബ്സിഡി തുക നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യസമയത്ത് എത്തിക്കാനുള്ള സംവിധാനവും വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. കേന്ദ്രം സബ്സിഡി പുനഃസ്ഥാപിക്കുന്നതുവരെ സംസ്ഥാന സർക്കാർ പ്രാദേശികമായി സബ്സിഡി അനുവദിക്കുകയോ ഫാക്ട് പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി കുറഞ്ഞ നിരക്കിൽ വളം വിതരണം ചെയ്യുകയോ വേണമെന്നും കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നു. കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച് വളങ്ങൾക്ക് അമിത വില ഈടാക്കുന്ന കച്ചവടക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണം. കൂടാതെ ജൈവ കൃഷിയും പ്രാദേശിക ജൈവവള ഉൽപാദനവും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യവും അന്താരാഷ്ട്ര വിപണിയിലെ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവുമാണ് രാസവളങ്ങളുടെ വില ഉയരാനുള്ള കാരണമായി പറയപ്പെടുന്നത്. ആഗോള വിപണിയിലെ ഗതിവിഗതികൾ ഇന്ത്യയെയും ബാധിക്കുക സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ മുഴുവൻ ഭാരവും കർഷകന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ല.
യുദ്ധങ്ങളും ആഗോള വിപണിയിലെ ചാഞ്ചാട്ടങ്ങളും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോഴെല്ലാം അതിൻ്റെ ഭാരം കർഷകർ സഹിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകരുത്. ഒരു സാധാരണ വ്യാപാര മേഖലയല്ല കാർഷിക രംഗം. രാജ്യത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പൊതു താൽപ്പര്യ മേഖലയാണത്. കർഷകനെ സംരക്ഷിക്കാതെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്താനാകില്ല. കാർഷിക മേഖലയ്ക്ക് എപ്പോഴും സർക്കാരിൻ്റെ താങ്ങും സഹായവും ഉണ്ടാകേണ്ടതുണ്ട്.